എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. നാളെ ഉച്ചയ്ക്ക് 12 മണിയോടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ആയിട്ടുള്ള admission.uoc.ac.in/admission എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാനുള്ള ലിങ്ക് ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു ക്യാപ് ഐഡിയും അതുപോലെ തന്നെ സെക്യൂരിറ്റി കീയും നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളിൽ SSC ST വിദ്യാർത്ഥികളും അതുപോലെ OEC വിഭാഗത്തിൽ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾക്കും 135 രൂപയും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതായത് നിങ്ങൾ ബാക്കിയുള്ള ജനറൽ കാറ്റഗറി ആണെങ്കിൽ 547 രൂപയോളമാണ് ഫീസ് വരിക. അപ്പോൾ ആ ഒരു ഫീസും കൊണ്ട് വിദ്യാർത്ഥികൾ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലെറ്റർ അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 26-ാം തീയതി മുതൽ 31-ാം തീയതി വരെയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് അഡ്മിഷൻ നേടാനുള്ള അവസരം നൽകിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 26-ാം തീയതി മുതൽ 31-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻസ് ആവശ്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു 10 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ഒരു 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ അതിന് മുകളിലുള്ള ഹയർ ഓപ്ഷൻ പിന്നീട് വേണ്ടാന്നുണ്ടെങ്കിൽ നിലവിലെ ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് റദ്ദ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ പറയാൻ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ നിലനിർത്തി കഴിഞ്ഞാൽ പിന്നീട് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് മറ്റൊരു കോളേജിലേക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടുകയാണെങ്കിൽ ആദ്യം ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടും ഉണ്ടാകും. അത് ജോയിൻ ചെയ്യേണ്ടതും ആണ്. കാരണം ആദ്യം ലഭിക്കുന്ന സീറ്റ് പിന്നീട് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂലൈ 30-ാം തീയതിയാണ്. അതുപോലെ തന്നെ സെക്കൻഡ് സപ്ലിമെൻ്ററി വരുന്നത് ഓഗസ്റ്റ് 2-ാം തീയതിയും. ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാനും അതുപോലെ തന്നെ മാൻഡേറ്ററി ഫീസ് അടച്ചുകൊണ്ട് ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് അഡ്മിഷൻ നേടാനുള്ള അവസരം ഈ ഒരു ഓഗസ്റ്റ് 2-ാം തീയതി മുതൽ ഓഗസ്റ്റ് 6-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ്. അതിനുശേഷം എയ്ഡഡ് പ്രോഗ്രാംസിലെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് 7-ാം തീയതിയാണ്, അതായത് ഓഗസ്റ്റ് 7-ാം തീയതിയാണ്. അതിനുശേഷം ബാക്കിയുള്ള സീറ്റിലേക്ക് റാങ്ക് ലിസ്റ്റ് പ്രകാരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നടത്തപ്പെടുക. അതുകൊണ്ട് തന്നെ അതായത് റാങ്ക് ലിസ്റ്റ് പ്രകാരം അതുപോലെ തന്നെ ഓരോ കോളേജിലെയും വാക്കൻസി അനുസരിച്ചിട്ടായിരിക്കും പിന്നീട് സെക്കൻഡ് സപ്ലിമെൻ്ററിക്ക് ശേഷം അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. അതുപോലെ തന്നെ ആഫ്റ്റർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്സ് ലേറ്റ് രജിസ്ട്രേഷൻ വിൽ ബി അലൗഡ് ടിൽ ദ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് അഡ്മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അതായത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം പിന്നീട് വിദ്യാർത്ഥികൾക്ക് വീണ്ടും ഒരു രജിസ്ട്രേഷൻ അതായത് സെക്കൻഡ് സപ്ലിമെൻ്ററിക്ക് ശേഷം വീണ്ടും രജിസ്ട്രേഷൻ ചെയ്യാനുള്ളൊരു സൗകര്യം ലഭ്യമാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് ആണ് പിന്നീട് വരിക. റാങ്ക് ലിസ്റ്റ് ബേസ് ചെയ്ത് ഓരോ കോളേജിലെയും വാക്കൻസി നോക്കിക്കൊണ്ടാണ് ആ ഒരു സീറ്റിലേക്ക് അഡ്മിഷൻ നൽകപ്പെടുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി അല്ല ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നാളെയാണ് പ്രസിദ്ധീകരിക്കുക. നാളെ ഉച്ചയ്ക്ക് 12 മണിയോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ നാളെ മുതൽ ഈ ഒരു ജൂലൈ 31-ാം തീയതി വരെ ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യുകയും ആവശ്യമില്ലാതെ ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിനുശേഷം സെൽഫ് ഫിനാൻസ് കോളേജിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും അതിനുശേഷം നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് ഓരോ സെൽഫ് ഫിനാൻസ് കോളേജിലെ സീറ്റ് അനുസരിച്ചും നിങ്ങളെ വിളിക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് അവിടെ പോയിട്ട് അഡ്മിഷൻ നേടാനും സൗകര്യം ലഭ്യമായിരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. പിന്നീട് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഈ ഒരു ഓഗസ്റ്റ് 2-ാം തീയതിയും അതിനുശേഷം ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനും അതുപോലെ ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് വേണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു അഡ്മിഷൻ നേടുന്നതിനുമുള്ള അവസരം ഈ ഒരു ഓഗസ്റ്റ് 6-ാം തീയതി വൈകുന്നേരം 5 മണി വരെയുമാണ്. അതിനുശേഷം പിന്നീടും സീറ്റ് വാക്കൻസി വരുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്കും രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള സൗകര്യം ലഭ്യമാവുകയും അതത് റാങ്ക് ലിസ്റ്റ് പ്രകാരം വിദ്യാർത്ഥികൾ ആ ഒരു റാങ്ക് ബേസ്ഡ് നിങ്ങളെ ആ ഒരു കോളേജിൽ നിന്ന് അഡ്മിഷനായിട്ട് വിളിക്കുകയും ചെയ്യുന്നതാണ്. ചില സമയത്ത് വിദ്യാർത്ഥികൾ കോളേജിൽ നേരിട്ട് പോയിട്ട് ആപ്ലിക്കേഷൻ നൽകേണ്ടതായിട്ടും വരുന്നതായിരിക്കും അതായത് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.